ഹായ്, അപ്പോൾ നമുക്കൊന്ന് കുട്ടീസിന് സ്പെഷ്യലായിട്ട് ഒരു റെസിപ്പി ആയല്ലോ. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണ്. ബ്രോക്കോളി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയാലോ. ആദ്യം ഞാനിതൊന്ന് കട്ട് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഞാൻ ആ ബ്രോക്കോളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ സൈസിലാണ് ഇത്. ഒരുപാട് ചെറുതാക്കൊന്നും വേണ്ട, കാരണം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് വെക്കണം. ഇതിനുള്ളിൽ പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചത്തുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തിലേക്ക് ഇത് ഞാൻ ചൂടുണ്ട്, നല്ല തിളച്ച വെള്ളമാണ് പാത്രത്തിലെടുത്തിരിക്കുന്നത്, അതിലേക്ക് ഇട്ട് വയ്ക്കാം. ഇതെല്ലാം മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം വേണേ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതാ കണ്ടോ, ഇതെല്ലാം നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം വേണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രോക്കോളിയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു ക്യാരറ്റാണ്, അത് അത്രയും വലുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ സവോള, അത് സവോളയാണ്, ചെറിയുള്ളി അല്ല കേട്ടോ, ചെറിയ സൈസിലുള്ള സവോളയാണ്. ഒരു 3 എണ്ണം ഞാൻ എടുത്തിട്ട് ഇതുപോലെ നടുകെ കീറിയിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 അല്ലി വെളുത്തുള്ളിയാണ്, അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ബ്രോക്കോളി ചേർത്ത് കൊടുക്കാം. ബ്രോക്കോളി നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറ് ഓപ്പണായി തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തണുക്കട്ടെ, അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ബ്രോക്കോളി കുക്കായി വരുന്ന സമയം കൊണ്ട് ആൽമണ്ട് എല്ലാം ഒന്ന് അരച്ചെടുക്കാം. ഇത് ഞാൻ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു, സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആൽമണ്ടാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ആൽമണ്ട് സോക്ക് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാർ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം ആൽമണ്ട് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ അരച്ചിട്ടുണ്ട്. ഇതാണ് ആൽമണ്ട് മിൽക്ക്. ആൽമണ്ട് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് നമ്മളത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽമണ്ട് മിൽക്കായി. ഇത് നമുക്ക് പാക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ, നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാം. ഫ്രഷായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇതിൽ ചെറിയ പീസസ് 1-2 പീസസ് അറിയാത്തതുണ്ട്, ബട്ട് കുഴപ്പമില്ല. ഇതാണ് ആൽമണ്ട് മിൽക്ക്. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ല, എന്താ പറയുക, മിൽക്ക് ഉണ്ടാക്കാൻ ടൈമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രോക്കോളി ഒന്നുകൂടെ തണുക്കട്ടെ, അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ബ്രോക്കോളിയും ക്യാരറ്റൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേറെ വെജിറ്റബിൾ സ്റ്റോക്കോ മറ്റുള്ളതൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ബ്രോക്കോളി കുക്കായിട്ടുള്ള ഈ വാട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റാക്കിയെടുക്കാം, സൂപ്പൊന്ന് സെറ്റാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മൾ സൂപ്പിനൊക്കെ എപ്പോഴും ബട്ടർ ചേർക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 2 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി ചൂടായി, ഒരുപാട് ബ്രൗൺ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബ്രോക്കോളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഓവറായിട്ട് എരിവൊന്നും ചേർക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഒരുപാട് മുളക് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരളവിൽ മാത്രം എരിവ് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് മുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ട് പോരാന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ആൽമണ്ട് മിൽക്ക് എടുത്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുറുകി വരുന്നവരെ മാത്രം കുക്ക് ചെയ്താൽ മതി.
ഞാൻ കുറച്ചുകൂടെ പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ആൽമണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡിയാണ്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ വോയിസ് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ ആൾക്കാർ പരിപാടി തുടങ്ങി കേട്ടോ. എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും സൂപ്പ് ഉണ്ടാക്കി നോക്കുക. ഈ കർക്കിടക മാസത്തിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണ് ബ്രോക്കോളി സൂപ്പ്. ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ ഇനി എന്നും പറയുന്ന പോലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.